ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഐ ആം യുവർ നൗഫിയ ഫാത്തിമ. അപ്പോൾ എല്ലാവരും സമാധാനമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ചായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോഴും സ്റ്റിൽ സ്റ്റഡിങ് ആണ്. പിന്നെ കുറച്ച് മടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ ഞാൻ റീലൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും റീൽസും ഒക്കെ കണ്ടിട്ട് വന്ന ന്യൂ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ ബിഗ് താങ്ക്സ്. ഇപ്പോഴും എൻ്റെ പഴയ വീഡിയോസിനും റീൽസിനും ഒക്കെ വരുന്ന കമൻസും ഒക്കെ ഞാൻ കാണാറുണ്ട്. വളരെ സന്തോഷം. ഈ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിലും വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുണ്ട്. അതെ, തമിഴ്നാട് തന്നെയാണ് പോകുന്നത്. തമിഴ്നാടുള്ള കാട്ട് മുഹദൂം പള്ളി അഥവാ ഉദയമാർത്താണ്ഡ പെരും പള്ളി എന്നും അറിയപ്പെടുന്നു. തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെണ്ടൂർ താലൂക്കിൽ അടയ്ക്കാലപുരം എന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേഷൻ ലിങ്കൊക്കെ ഞാൻ ലാസ്റ്റ് കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു റെയിനി, ഒരു ഗ്ലൂമി ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു. അങ്ങനെ പോകുമ്പോൾ തമിഴ്നാട് കണ്ടില്ലേ, ഇങ്ങനത്തെ തമിഴ്നാടൊക്കെ പോകുമ്പോഴേ ഇങ്ങനത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂസൊക്കെ കാണാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാനിതിൽ ഡോങ്കീസിനെയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മറ്റേ ആട്ടിൻകൂട്ടങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറേ ഭയങ്കര ഒരു ഇതേ കണ്ടില്ലേ, ഈ ഡോങ്കീസിനെയൊക്കെ കണ്ടു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ, അങ്ങനെ നമുക്ക് കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ATM കയറണമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്നൊട്ടേ നോക്കുകയാണ്. ആവശ്യത്തിന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നും കാണില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഞങ്ങൾ ATM നോക്കി അങ്ങനെ പോവുകയാണ്. ഒരിടത്ത് കണ്ടില്ല. അങ്ങനെ പോകുമ്പോൾ സ്പോട്ടിൽ കണ്ടു ഇതേ ഒരു ATM. ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ATM ആയിരുന്നു. ഞാനങ്ങനെ അകവും പുറമൊക്കെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ. വിശപ്പുള്ളത് കൊണ്ട് തന്നെ അടുത്ത നമ്മുടെ ഒരു എയിമെന്ന് പറയുന്നത് റെസ്റ്റോറൻ്റാണ്. ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കിലോമീറ്റേഴ്സ് പോയി. അറിയാമല്ലോ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ലൈറ്റായിട്ട് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. തമിഴ്നാട് വന്നാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കുന്നുണ്ട്. ഈ ATM കാര്യം പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയാൽ കാണില്ല. അല്ലെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാലും ഇങ്ങനെ മീറ്റർ കണക്കിന് റെസ്റ്റോറൻ്റ് ആയിരിക്കും. ഈ തമിഴ്നാടൊക്കെ പോകുമ്പോൾ നമുക്ക് ഫുഡ് ഇച്ചിരി അറിയാമല്ലോ, നിങ്ങൾക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അതേ കണ്ടില്ലേ, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വേർഡായിട്ടുള്ളൊരു പ്ലേസ് കണ്ടു, കുറ്റം എന്ന് പറയണത്. അപ്പോൾ അത് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് സ്കൂളൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പോകണം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് റെസ്റ്റോറൻറ്റ് നോക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കിയാൽ കാണില്ല. അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കുകയാണ്. ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം അറിയില്ല, അത്യാവശ്യം നല്ല ഇതാക്കി നോക്കിയാലേ നമുക്ക് ഹൈജീനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റൊക്കെ നോക്കി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയൊക്കെയാണ് കേട്ടോ പോകണം. അപ്പോൾ അതിൻ്റെ 2 സൈഡും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ലേക്കാണോ റിവറാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കണ്ടിട്ട് ലേക്ക് പോലെയാണ് തോന്നിയത്, എനിക്കറിയില്ല. സോ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ തമിഴ്നാട് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ലവറാണ്. അപ്പോൾ എനിക്ക് ശരിക്കും നമുക്ക് ഭയങ്കര സെറീനായിട്ടുള്ള കുറേ പ്ലേസസ് ഉണ്ട് ഈ തമിഴ്നാട്ടിൽ. ഇങ്ങനെ ലോൺലെസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കുറേ പ്ലേസസ് ഉണ്ട്. അങ്ങനെ കുറച്ച്. പിന്നെ ഒരു കാര്യം ഞാൻ മെയിനായിട്ട് പറയട്ടല്ലേ, നമ്മൾ കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട്ടിലെ റോഡുകളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കാണും, ഏത് ഷോർട്ട് കട്ടിലൂടെ കയറിയാലും കുഞ്ഞു റോഡുകളായിരിക്കും. പക്ഷേ എന്ത് നീറ്റ് ആൻഡ് ക്ലീനായി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ മനസ്സറിഞ്ഞിട്ട് അത് പണി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. അപ്പോൾ അതിലെനിക്ക് അവരുടെ ഇതൊക്കെ, അതുപോലെ തന്നെ കുറച്ച് ബസ് സ്റ്റോപ്സ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പുരോഗമിച്ച ബസ് സ്റ്റോപ്പുകളും കാണാം, അതുപോലെ തന്നെ ഓൾഡ് ജനറേഷനിലെ ബസ് സ്റ്റോപ്പുകളും കാണാം കേട്ടോ. അതൊക്കെ ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ ഇതുപോലത്തെ കുറേ പാം ട്രീസും കോക്കനട്ട് ട്രീസും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു സാധനം കണ്ടു കേട്ടോ ഞാൻ ലെഫ്റ്റ് സൈഡായിട്ട്. അതെന്താ സംഭവം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നത് മറ്റേ ഹാർബറോ അങ്ങനെ എന്തോ സംഭവമാണ്. ഹാർബറല്ല, സോറി, പോർട്ട്. അയ്യോ, നിങ്ങളെന്നെ തല്ലാൻ വരല്ലേ.
പോർട്ടാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അതെന്തോ ഭയങ്കര ഇങ്ങനെയൊക്കെ എന്നാ അതിന് പറയുക, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഈ കാണുന്നില്ലേ ഇതെന്താ സംഭവം? മറ്റേ ഈഫിൽ ടവർ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. സോറി. അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു പോർട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്തോളൂ. അങ്ങനെ നമ്മളിത് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാണുന്നില്ല, അത് എനിക്ക് തോന്നുന്നത് കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു വിഡ്ത്ത്. അതിന് വല്ല ഫാക്ടറി ആണോ എന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ എന്തോ എനിക്ക് പോർട്ടാണോ ഫാക്ടറി ആണോ എന്നറിയില്ല. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സംഭവം ഫാക്ടറി പോലെയൊക്കെ ഉണ്ട്. അതിനിപ്പോൾ വല്ല KCBയുടെ സംഭവമാണോ എന്നറിയില്ല. സോറി, KCB ഇവിടെ കേരളത്തിലാണല്ലോ, അവിടുത്തതാണോ എന്നറിയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ കണ്ടില്ലേ അങ്ങനെ പോകുമ്പോൾ സ്പോട്ടിൽ കണ്ടോ ഒരു ലൈറ്റ് ഹൗസ്. ഇത് ലൈറ്റ് ഹൗസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് കണ്ടപ്പോഴാണ് ഞാൻ കൺഫേം ചെയ്തത് ഇത് പോർട്ടായിരിക്കാമെന്ന്. അങ്ങനെ പോയപ്പോൾ അടുത്ത സ്പോട്ടിൽ കണ്ടു ഒരു ഹോട്ടൽ, അത്യാവശ്യം ഒരു ധാബ, ഒരു സ്റ്റൈലുള്ളൊരു ഇത്. പക്ഷേ എന്താ പറയുക, അത് വെജായിരുന്നു ഗൈസ്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ഓംലേറ്റെങ്കിലും ഒരു നോൺ വെജായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് തമിഴ്നാടും കൂടെ ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോൾ അവിടെ വെജായിരുന്നു. അങ്ങനെ വീണ്ടും ഗോഹെഡ്. അങ്ങനെ നോക്കിയേ മുകളിൽ മറ്റേ ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ സംഭവത്തിൻ്റെതായിരിക്കാം കേട്ടോ. അങ്ങനെ നോക്കി വന്ന് അവസാനം ഒരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഈച്ചയുടെ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ കയറി. ഇതിൻ്റെ പുറത്തെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാവേ. അങ്ങനെ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് വ്യൂസൊക്കെ എടുത്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഇതാക്കുമ്പോഴത്തേക്ക് ഞാൻ റൈസായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫിഷിൻ്റെ ഫ്രൈ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ്റെ മറ്റേ പെപ്പർ ഫ്രൈ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പെപ്പർ ഫ്രൈയും വൈറ്റ് റൈസും അതുപോലെ തന്നെ ഓംലെറ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഒരു വെജിൻ്റെ എന്തോ ഒരു കറിയാണ് സംഭവം. എൻ്റെ ഓംലെറ്റ് വന്നു. ഇത് വലിയ പപ്പടം കണ്ടോ, നമ്മൾ ഇവിടുത്തെ പോലത്തെ പപ്പടമൊന്നും അല്ല, ഇത് ഭയങ്കര വലുതാണ്. ഞാൻ കഴിച്ചില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ഫിഷ് കറിയാണ് കേട്ടോ. ഫിഷ് കറി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഫിഷ് കറീൻ്റെ ലൈം വന്നു. അങ്ങനെ ഞാൻ ഓംലെറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ ചിക്കൻ്റെ പെപ്പർ ഫ്രൈ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഇത് നോക്കിയേ, ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേ ക്യാനില്ലേ, വലിയ ക്യാൻ, അതിനെ ഇങ്ങനെ സീറ്റ് പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന അവർ ഭയങ്കര ഇതായിട്ട്. എന്ത് ക്രിയേറ്റിവിറ്റി ആണല്ലേ അവർക്ക്. അതിനൊക്കെ ഇവരെ സമ്മതിക്കണം കേട്ടോ. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് ഈ സൗത്ത് ഇന്ത്യൻസിന്. അത് പറയാതിരിക്കാൻ വയ്യ. എന്താ ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി അത് കാണാൻ തന്നെ. ഞാൻ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഓക്വേർഡായിട്ട് ഞാൻ ഫസ്റ്റായിട്ട് ഇങ്ങനെ കാണുന്ന സംഭവമല്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്, കാപ്സ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. നല്ലതാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതിലേക്കൂടെ പോകുന്നെങ്കിൽ കഴിച്ചോളൂ. സാധാരണ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡിനെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരക്ക നിറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ സ്പോട്ടിൽ കണ്ടു നമ്മൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാടാണെങ്കിലും നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളില്ലേ, ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഹേർട്ടാവാറുണ്ട്. കാരണം നമ്മൾ തന്നെ വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ സോൾവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. സോ അത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാതെ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര വിഷമാണത്. അങ്ങനെ പോകുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് പള്ളി എത്താറായി. ഇതേതോ സ്കൂളോ ഹോസ്പിറ്റലോ എങ്ങാണ്ടാണ്. ഇവിടുത്തെ സ്കൂളും ഹോസ്പിറ്റലൊക്കെ പറയാതിരിക്കാൻ വയ്യ, അത്രയും വലുതാണ്. അതുപോലെ തന്നെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ കൗസും ബഫലോസും ഒക്കെ ഇങ്ങനെ റോഡിലാണ് കേട്ടോ മേയുന്നത്. അതുപോലെ തന്നെ ഡോങ്കീസിനെ കാണാം. അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് ഇതേ കണ്ടില്ലേ കൗസൊക്കെ കിടക്കുന്നേ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് അടിയും ഫുള്ള് വഴിയിലെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് കമൻറ്റ് ചെയ്ത് ഇതാ ഞാൻ പറഞ്ഞ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഭയങ്കര ഇങ്ങനത്തെ കുറേ ബസ് സ്റ്റോപ്പ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ അറീവായിട്ടുണ്ട്. ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഒരു എൻട്രൻസ് കേട്ടോ, മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പോകണം. ദേ ഇങ്ങനെ കണ്ടില്ലേ, ഒരു ആൻറ്റിയെ കണ്ടില്ലേ, ഇത് അവിടുത്തെ തീർത്ഥാടകരാണ് കേട്ടോ. നമ്മളിങ്ങനത്തെ തമിഴ്നാട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പിൽഗ്രിം സെൻറ്റേഴ്സിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ അധികം കണ്ടിട്ടില്ല ഇതുപോലുള്ള ആൾക്കാരെ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ഭയങ്കര ഒരു സിറീനായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റും ഒരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു ആ ഒരു മോസ്കിന് ചുറ്റുമായിട്ടുള്ളത്. ഈ പള്ളിയുടെ ഹിസ്റ്ററിയൊക്കെ റെസ്പോൺസിബിളായിട്ടുള്ള ആൾ തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ, നിങ്ങൾ കാണുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് ഒരു പള്ളിയുടെ ഒരു അത്യാവശ്യം വലിയ പള്ളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം ആരും ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് മറ്റേ പള്ളിയിൽ ഇങ്ങനത്തേക്കുള്ള ആൾക്കാർ പിൽഗ്രിമിനൊക്കെ വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. മലപ്പുറത്തുനിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ആൾക്കാർ വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് എന്തായാലും ഒരു നല്ല ഇതായിരിക്കില്ല. ഇപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ പോകണം കേട്ടോ. നല്ലൊരു എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. പുറത്താണെങ്കിലും ഇൻസൈഡ് ആണെങ്കിലും ഔട്ട് സൈഡ് ആണെങ്കിലും ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് അവിടുത്തെ ഒരു കൊടിമരം കേട്ടോ. കൊടിമരം അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കിട്ടും എന്നറിയില്ല, പക്ഷേ ഇത് ഇവിടെ നേരിട്ട് വരാനായിട്ട് ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ ഫുള്ള് പ്രാവുകൾ ഒക്കെയാണ്. ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പള്ളിയുടെ കൊടിമരം. അപ്പം പേരറിയാലോ, കാട്ട് മൊഹദൂം പള്ളി അഥവാ ഉദയമാർത്താണ്ഡ പെരുമ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ പള്ളിയിലൂടെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ കയറിയപ്പോഴത്തേക്ക് അധികം ആരും ഉണ്ടായിരുന്നില്ല, നിസ്കരിക്കാൻ പോയി എന്നാണ് പുറത്ത് നിന്ന് ആൻറ്റി പറഞ്ഞത്. അപ്പോൾ ഇതാണൊരു ഖബർസ്ഥാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ പള്ളിയിലുമായിട്ട് റെസ്പോൺസിബിളായിട്ടുള്ള ആളടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം, നിങ്ങൾ കേട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. അത്യാവശ്യം നീറ്റ് ആൻഡ് ഹൈജീനായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആണ് കേട്ടോ ഇവിടുത്തെ മഖ്ബറ. മാഷാ അല്ലാ, ഖബർസ്ഥാൻ. അപ്പോൾ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കണത്. എൻ്റെ അടുത്ത് ഇവിടുത്തെ അങ്കിൾ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുത്തോളൂ, അകത്ത് കയറി എടുത്തോളൂ. അവിടുത്തെ അങ്കിൾ ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ. നിങ്ങൾ പോകുന്നെങ്കിൽ കാണാം. അവരവിടെ തന്നെ ഉള്ളതെന്നാണ് പറയുന്നത്, ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജെൻസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. നമുക്ക് ഫീമെയിൽസിന് ഇതുപോലെ പുറത്ത് നിന്നിട്ട് ഗ്രില്ലിൻ്റെ പുറത്ത് നിന്നിട്ട് കാണാൻ പറ്റുള്ളൂ. അവർക്ക് ജെൻസിന് അകത്ത് കയറിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഇതൊക്കെ. ഞാനങ്ങനെ ഇവിടുത്തെ അങ്കിളിനോട് ഇതുപോലെ ചോദിച്ചു, ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്കിളിനോട് ഞാൻ പെർമിഷൻ ചോദിച്ചു, ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ ഓക്കെ കുഴപ്പമില്ല, എടുത്തോളൂ, വീഡിയോസ് എടുത്തോളൂ, മക്കബറയൊക്കെ ഇപ്പോൾ ചെന്ന് കണ്ടോളൂ, അതിനൊന്നും പ്രശ്നമില്ല, ഒരുപാട് പേര് വന്ന് എടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ അങ്കിളിൻ്റെ അടുത്ത് ഇത് ചോദിക്കണുണ്ടായിരുന്നു, ഹിസ്റ്ററി ചോദിക്കണുണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടോളൂ കേട്ടോ. ദെൻ ഗൈസ്, ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ പറയണ പോലെ ഈ പള്ളിയിൽ ചെന്നിട്ട് ഇങ്ങനത്തെ നേർച്ചകൾ കൊടുക്കാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ അതൊക്കെ നിങ്ങൾ ഓരോരുത്തർ ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് ഞാൻ അതൊരിക്കലും പറയില്ല, അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നൊന്നും പറയില്ല. സോ അവിടെ ഉള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാം, പക്ഷെ അല്ലാതെ അല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കൊടുക്കാം. അല്ലാത്തതിനോടൊന്നും ഞാൻ യോജിപ്പില്ല. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം, യോജിപ്പില്ല. അപ്പോൾ സോറി, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എടുത്ത് വന്നപ്പോഴത്തേക്ക് എന്തായാലും അങ്കിൾ പറയുന്നത് കേട്ടോളൂ കേട്ടോ. கனவு கண்டு இந்தியாவுக்கு வர சொல்லி இந்தியாவுக்கு வந்து திரும்பி மதீனாவுக்கு திரும்பி போயிட்டாங்க. திரும்பவும் ரசூலுல்லாஹ் கனவுல வந்து நசிஹத் செய்ய இஷாரா, இந்த பகுதி இஷாரா காட்டினாங்க. இஷாரா காட்டும்போது அவங்க வந்து கப்பலில் வந்து ஆப்பிரிக்காங்கிட்டு வெள்ளக்காய் அந்த இடத்துல இறங்கி இஷாரா செய்து வந்துகிட்டே இருக்கும் பொழுது அந்த இருந்த அரசன் இவங்க பேர்ல ரொம்ப பிரியமாக இருந்தான். எங்களுடைய நடுவடைய போதனைகள்லாம் நல்லா ரசித்து பிறகு மன்னருடைய கட்டளையை இவங்க செய்ய முடியாது. அது பண்ணும்பொழுது அவங்களுக்கு லேசான ஒரு சரசாகும். அதோட அவங்க நல்ல நல்ல விதமாக இருந்துட்டு இருக்கும் பொழுது உங்களுக்கு போராமை ஜனங்களுக்கு மத்தியில் உங்கள் பேரில் ஒரு ஆத்திரம் ஏற்பட்டு இருந்தது.
இப்போ இவங்க டிஸ்ட்ரிக்ட் சுஜூதில் இருக்கும்போது இந்த சுஜூதில் இருக்கும்போது 16 பேரையும் இவங்க 15 பேரை கூட்டு வந்திருக்காங்க. 16 பேரையும் வெட்டிட்டாங்க. யுத்தமானோ? அவருக்கு ஷஹீத் ஆகிட்டாங்க. ஷஹீதா? அதில் ஷஹீதானவங்க தான் இவங்க 7 பேர் இங்கே இருக்காங்க. 7 பேர். அங்கே வந்துட்டு 5 பேர் இருக்காங்க. இந்த 4 பேர் நடக்கும்போது நமக்கு கிடைக்கல. இவர்கள் எங்கே அடக்கம் பண்ணாங்களே தெரியாது. அவங்க வந்துக்கிட்டு 93 வயதில் ஷஹீதாயிருக்காங்க. 446 பிறந்திருக்காங்க. இன்றைக்கு 1446. அவங்களோட பேரு டிகிரி கணக்கு அது எதுக்கு டிகிரி கணக்குப்படி இன்னைக்கு அவங்களுக்கு 1000 வயசாச்சு இந்த மாசத்துல. இங்கிலீஷ் கணக்குப்படி வரலாம் கிட்டத்தட்ட 30 வயசு குறைஞ்சிடும். ஏன்னா 1000 வயது கணக்கு வந்து 30 வயசு அதில் குறைஞ்சிடும். 1000 வயதுக்கு முன்னாடி என்னால் 920 வருஷம் தான் அந்த அந்த கணக்கில் வச்சுட்டு வரணும். அவங்க அவங்க சைதான பிற்பாடு அதோடைய மானியம் கொடுத்துருக்கான். இந்த பகுதிக்கும் அவங்களுக்காக வேண்டி நிறைய மானியம் கொடுத்துருக்காங்க. அதெல்லாம் அவங்க பேரில் தெரிவி வச்சிருக்காங்க. ஆனால் வந்து இவங்களுடைய சரித்திரம் ஃபாத்திமா நாயி அலிவுல்லா தஆலாவுடைய 17வது தலைமுறையில இவங்க வர்றாங்க. பொன்னானியில இவங்களுடைய பொன்னானியில தங்கள் தங்கள் அங்கே இருக்காங்க. குடும்பம் மலப்புரம் பொன்னானியில இருக்காங்க. பொன்னானியில வந்துட்டு 41வது சில வரைக்கும் இருக்காங்க. இவங்க வயசு அப்படி சொல்லிட்டு வந்து அலிவுல்லா தஆலாவுக்கு போய் சேர்ந்துடும். பொன்னானியில வந்துட்டு அவங்களுடைய இது வந்துட்டு 41 இது வரைக்கும் பொன்னானி வாங்க. அங்கே சிம்ஸ்லாம் நீங்க கேட்டு தெரிஞ்சுக்கலாம். இந்த முகத்தும் காட்டு முகத்தும் பண்ணி அவங்க கேட்டீங்களாக்கும். ஸோ அதுதான் அவங்க விவரமா நம்மளை விட விவரமா அவங்க சொல்லுவாங்க. அதாவது இன்ஷா அல்லாஹ் அடுத்த முறை வரும்பொழுது நீங்க அங்க போய் டேட்டா பாருங்க. உள்ள போய் பாருங்க. உள்ள போய் அதை பிடிச்சிங்க. எல்லாம் ஆணுங்களானோ? பெண்கள் குட்டி 3 பேர் வந்திருக்காங்க. இதுல ஒரு பெண் இருக்காங்க கபர்ல. அங்க பாத்துக்கிட்டு நாங்க ஒரு பெண் இருக்காங்க. மல்லக் அப்துல்லா, அபூபக்கர் சித்திக், சையத் அப்துல் ரஹ்மான் அப்படின்னா அங்க இருக்காங்க. இங்க மொத்தம் 7 கபர்ஸ்தான். 7 இருக்கு. அங்க 5 இருக்கு. 12 தான் ஆச்சு. மொத்தம் 16. 4 கபர் நமக்கு அடையாளம் நமக்கு கிடைக்கல. அவங்களுக்கு இப்போ 907 வருஷம் ஆகுது அவங்க அடக்கமாயி. 93 வயதுல ஃபோர்த் இருக்காங்க. 1000 வயது. அப்போ 907 வருஷம் ஆகுது அவங்க இதில் அடக்கமாயி. ஏன்னா அதோடைய கேள்வி வந்து நல்ல ஹக்கீம் மதினாவில் வந்து பெரிய ஹக்கீமாக இருக்காங்க. அதோடைய கேள்வி நல்ல அங்கேயும் மறுபடியும் நிறைய ஷக்கா கிடைக்குது. ஏன்னா எல்லாம் ஒன்று தான் ஆட்டங்கள் தாய் பீமா தாய் இந்த ஷஹீதுகள் எல்லாம் வந்துட்டு இங்கே நிறைய ஷஹீதுகள் இருக்காங்க. அங்கே இருக்காங்க. இங்கே நிறைய ஆள் வைமா மூத்தமாக இவங்க அவங்களுக்கு இவங்க மொத்தம் அபூபா இவங்க ஏற்பாடு செய்ய இப்ராஹிம் பாதுஷா வந்துட்டு இவங்களுக்கு கொஞ்சம் இவங்களுடைய அண்ணமகன் இப்ராஹிம் பாதுஷா ஏற்பாடு அண்ணமகன் அவங்க மந்திரி அவங்களெல்லாம் வந்துட்டு அவங்களுடைய சரித்திரம் நீங்க தெரிஞ்சிருக்கும். அங்கே தான் இருக்கு. நிறைய ஆள் வராதா? ஆள் வருவாங்க. இவங்களுக்கு ஹஜ்ஜி இது இதாகிடுது. ஏன்னா அவங்க ஹஜ்ஜுடைய ஹஜ்ஜில் இருக்காங்க. அவங்க நிறைய பேர் ஹஜ்ஜி இருக்காங்க. கல்யாணம் நிறைய கல்யாணம். முன்னால ஏழைகள் பாவப்பட்ட ஆட்கள் வந்து நிறைய பேர் தங்கி ஆக்கி சாப்பிட்டுட்டே இருப்பாங்க. இப்ப அந்த மாதிரி ஆட்கள் வரும்போது வித்தியாசம் ஆயிடுச்சு. இந்த கண்டிஷன் வரும்போது நிறைய பேர் தங்கி இல்லை. தங்குறாங்க மன்னத்து வேணும். 3 நாள் 7 நாள் 11 நாள் 41 நாள்னு சொல்லி உதாரணம் இருந்தால் இடம் கொடுப்பாங்க. மற்றபடி சாதாரணமாக இருக்கலாம். போகலாம். ஆண்கள் இருக்கலாம், பெண்களாக இருக்கலாம். வெள்ளிக்கிழமை திங்கட்கிழமை இரவு ராத்திரி ஜனாஜா நடக்கும். அதே மாதிரி வியாழன் பெண்ணாலும் ஞாயிறு பெண்ணாலும் திக்கிற மஜ்லிஸ் வந்து இருக்கிற 21 பெண்கள் ஒரு 100 பெண்கள் 150 பெண்கள் வந்து மஜ்லிஸ் நடத்துவோம். அது 21 அது கழிஞ்சிட்டு கழிஞ்சிட்டுல அது குவாச்சிங்க அந்த இதை பிரச்சனை. ஜமாத்துல் அவ்வல் ஒண்ணு இல்ல கொடியேற்றம். இங்கிலீஷ் டேட் அப்படியே பாத்துக்கிட்டேன். ஜமாத்துல் அவ்வல் ஹஜ்ஜி 12வது மாசம் இது. அதுக்கு மஹர்ரம் வந்துட்டு அக்டோபர். மஹர்ரம் வந்துட்டு இது கணக்கு பார்க்கலாமே. இப்போ துல் ஹஜ் வந்து 12 மாசத்துல. இது வந்துட்டு அரபியன் அடுத்தது மஹர்ரம் நமக்கு வருஷம். மஹர்ரம் சஃபர் ரபீஉல் அவ்வல் ரபீஉல் ஆஹிர் ஜமாத்துல் 5 மாசம். 5 பிறகு படியேற்றப்படும். 12 நாள் ஹபீப் மஜ்லிஸ் குர்ஆன் வருது. அவங்களுடைய மௌலித் ஷரீஃப் எல்லாம் சிறப்பாக நடக்கும். அதில் வந்து கலந்துருக்காங்க. உங்க பேர் சொல்லி என் பேர் அரபி அமானுல்லா. இங்க തന്നെ സ്ഥലം நம்ம காயல்பட்டம் தான். எனக்கு 75 வருஷமா நாங்க வரேன். ஆனா இப்போ இந்த 12 வருஷம் ஜோலி பார்த்தேன். இடையில எனக்கு ஆபரேஷன் பண்ணதுனால நான் வந்துட்டு வேலை பார்க்க முடியும். 9 மணிக்கு மறுநாள் காலையில் 6 மணிக்கு தான் வீட்டுக்கு வரும். அப்ப இதுக்கு காரணம் என்ன? கேரளத்துக்கு ஜனக்கு ஒரு பாடு வரும். ராத் 1 மணிக்கு 2 மணிக்கு 3 மணிக்கு என்ன ஹக்கீம் ஷேஃபி மலப்புரம் ஜனங்களுக்கு இருக்கும். அதனால நம்ம இருந்தால் அவங்களுக்கு பெண்களுக்கே சௌகரியம் துவா செய்வாங்க. நமக்கு அவங்களுக்கு சரியான இது இருக்காது. ஏன்னா ஹெல்த் இருக்காது. அதான் ஆபரேஷன் பண்ணதுனால இதை இவரை வச்சிருக்கு. இது வந்து பீகார் அதான் அதோட அவர் வந்துட்டு இருக்காரு. நான் வந்து போயிருக்கேன். இப்போ நான் மதியம் 2 மணிக்கு வந்தேன். போயிருக்கேன். மற்ற நேரம் அப்படி 9 மணிக்கு தான் மறுநாள் காலையில் தான் போக முடியும். சாப்பாடு நமக்கு அங்கே வீட்டுக்கு வந்துடும். இங்கே ஒருபாடு வரும் மீன்ஸ் பெரிய வழியே நிறைய வரும். அந்த அதை சாப்பிட முடியாது. ஏன்னா இங்கே உள்ள பாவப்பட்டவர்கள் என்ன மாதிரி தேர்தல் இருக்காங்க. அவங்க பேர் என்னம்மா? நௌஃபியா ஃபாத்திமா. எல்லாம் நம்ம குடும்பத்தில் உள்ள பேர்கள் தான்.
साहिब எல்லாமே இருக்கு அல்லாஹ் தஆலா sampai கொடுத்தான். आपका नाम क्या है? ஜாஃபர் मोहम्मद जाफर. ओके ஏன்னா அல்லாஹ் ஓகே ஓகே தேங்க்யூ. இதோட சந்திப்போம். குழந்தையோட வரணும். இன்ஷால்லா. எல்லாம் ஆண் குட்டி பெண் குட்டி எல்லாம் என்ன எங்க ஆரம்பத்தில் வெட்ட உள்ளதான். மூணாவது தினம் வெட்ட உள்ள பெற்றிருக்கோம். ஏன்னா எங்க பெரியப்பாவுக்கு 41 குழந்தை. அது மாதிரி எங்க കുഴപ്പമില്ല. ഓക്കെ വാലേക്കും സലാം. അങ്ങനെ പോകുമ്പോൾ ഇത് സ്പോട്ടിൽ കണ്ടു. ഇത് ആ ഒരു മോസ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കുഞ്ഞൊരു പോണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ. അവിടുത്തെ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിലൊക്കെ സെറ്റാണ് കേട്ടോ. നിങ്ങൾ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം. സെറ്റാണ്. ആ ഒരു കുറേ പ്രാവുകളും ആ ഒരു മൊത്തം ഒരു എന്താ ഒരു ബ്യൂട്ടിഫുൾ ഒരു എൻവയോൺമെൻ്റ് ആണത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം ഇവിടുത്തെ ഉറൂസ് വരുന്നത് ഒക്ടോബറിൽ എന്തോ ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ പോകുമ്പോഴായിരിക്കും കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. എന്തായാലും നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു പള്ളിയാണ്. നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു പള്ളികളിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് കുറേ നമ്മൾ ഓക്കെ ആവും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഡോവിനെയൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫീഡ് ചെയ്തു. അതിങ്ങനെ കുറേ ഇങ്ങനെ ഫാമിലി ആയിട്ടൊരു അങ്ങനെ കുറേ പേരിങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ പോവാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അങ്കിൾ എന്നെ വിളിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എന്ത് പഠിക്കാമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. വന്നിട്ട് എനിക്ക് കുറച്ച് മറ്റേ കോപ്പിക്കോട മിഠായി ഇല്ലേ, അതെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തമ്പനയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. നിന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് വെച്ചാൽ ഇവിടെ കുറേ പേരിങ്ങനെ വന്നിട്ട് താമസിക്കാറൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇവിടുത്തെ കാരണം അത്രയും ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റിയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം നിങ്ങൾ വരിക, ഒരിക്കലെങ്കിലും വരാനുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള നല്ലൊരു മോസ്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുത്തെ അവരുടെ ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഉള്ളിലോട്ടോ. ഇവിടെ ഫീമെയിൽസിന് നമസ്കരിക്കാനും അതുപോലെ തന്നെ ഖുർആനൊക്കെ ഓതാനുള്ള സ്ഥലമാണിത്. അപ്പോൾ അവിടെ 2-3 പേരൊക്കെ അവിടെ കിടക്കണുണ്ട് കേട്ടോ. മറ്റേ ഇങ്ങനത്തെ ഭിക്ഷാടകരോ അല്ലെങ്കിൽ നേർച്ചയ്ക്ക് വന്നവരോ ഒക്കെ ആയിരിക്കാം. 2-3 പേരൊക്കെ അവിടെ കിടക്കണുണ്ടായിരുന്നു. അതേ കണ്ടില്ലേ, കുറച്ച് പേര് ഓതിക്കൊണ്ടിരിക്കുന്നു. നേർച്ചയായിട്ടൊക്കെ വന്നിരിക്കണമായിരിക്കും. ഞാനങ്ങനെ അവിടെ നിന്ന് പുറത്തൊക്കെ പോയി ഭയങ്കര സ്പേസ് ഉണ്ട് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഒരു കെട്ടിടങ്ങളൊക്കെ കണ്ടു. അതിന് മദ്രസ അങ്ങനത്തെ സംഭവങ്ങൾ എന്തായാലും ആണോ എന്ന് എനിക്കറിയില്ല. ഇതേ കണ്ടില്ലേ, ഇവിടെയാണ് ഖബർ. എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഫീമെയിൽസ് ഉള്ളിലോട്ട് പോയിട്ടാണ് കാണേണ്ടതെന്നും പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കണതാണ് കേട്ടോ. മാഷാ അല്ലാ. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഫാമിലി ആയിട്ടോ ഒക്കെ പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഒരു പള്ളിയാണ് കേട്ടോ ഇത്. അങ്ങനെ പോകുമ്പോൾ സ്പോട്ടിൽ കണ്ട എൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ, എൻ്റെ കുഞ്ഞ് ഈ ഒരു പിൽഗ്രിം യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ കമൻറ്റ്സ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇമെയിൽ അയക്കാവുന്നതാണ്. nofiafatima01@gmail.com എന്ന മെയിലിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. Miss you all. Don't forget to stay tuned for the next one. Then do subscribe and share. Maasalam.